ലോക്സഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞതോടെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം നിസ്സാരമായിട്ടല്ല കൂടിയിരിക്കുന്നത്. ഇനി കോൺഗ്രസിന്റെ ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കത്തിലുമാണ് ഇപ്പോൾ കോൺഗ്രസ്. അതിന്റെ ഭാഗമായി MLA-മാരെയും MP-മാരെയും പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റും. യുവജനങ്ങൾക്കും ദളിതർക്കും പ്രാതിനിധ്യം ഉയർത്തും. LDF കുത്തക മണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥി നിർണയം നടത്തും. കൂടാതെ BJP വിട്ട് കോൺഗ്രസിനൊപ്പം കൂടിയ സന്ദീപ് വാര്യർക്ക് നല്ലൊരു പദവിയും നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഉപതെരഞ്ഞെടുപ്പുകളിലെയും വിജയത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി ഒരു അഴിച്ചുപണിയെക്കുറിച്ചുള്ള ആലോചനയിലാണ്. സ്വാഭാവികമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പാർട്ടിയുടെ അടുത്ത ലക്ഷ്യം. തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിനു മുൻപ് പാർട്ടിയുടെ സംഘടനാ തലത്തിലെ അഴിച്ചുപണി പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. മൊത്തത്തിൽ നോക്കിയാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിനും UDF-നും അനുകൂലമാണ്. എന്നാലും അമിത ആത്മവിശ്വാസത്തിൽ വീഴാതെ വിജയവും തോൽവിയും പഠിച്ചു മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. സംഘടനയെ ചടുലമാക്കാനാണ് ഈ അഴിച്ചുപണി. MLA-മാരെ KPCC ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്താതെ സംഘടനയുടെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. MLA-മാർ മണ്ഡലത്തിൽ കൂടുതൽ സജീവമായി ഇടപെടുക എന്നതുമാണ് ആലോചനയിലുള്ളത്. അതേസമയം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ ചിലയിടങ്ങളിൽ നിർജീവമായിരുന്നു എന്നാണ് KPCC-യുടെ വിലയിരുത്തൽ. ചേലക്കരയിൽ അടക്കമാണ് പാർട്ടിക്ക് ഈ വീഴ്ച സംഭവിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ വാദം. അതുകൊണ്ട് തന്നെയാണ് അഴിച്ചുപണിക്ക് പാർട്ടി ഒരുങ്ങുന്നതും. പാർട്ടിയിലെ ചില നേതാക്കളെ ചുമതലകളിൽ നിന്ന് മാറ്റാനും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്താനും ആലോചനയുണ്ട്. പ്രവർത്തന സമിതിയിൽ സ്ഥിരം ക്ഷണിതാവായ കൊടിക്കുന്നിൽ സുരേഷ് KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറും. പകരം വർക്കിംഗ് പ്രസിഡന്റ് എത്തുമോ എന്നാണ് അറിയേണ്ടത്. BJP പാളയത്തിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് KPCC-യിൽ എന്തായാലും ഒരിടം കിട്ടുമെന്ന ഉറപ്പാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വമടക്കം സന്ദീപ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിന് സാധ്യത കൂടുതലുമാണ്. പാർട്ടിയിൽ നിർജീവമായ ഘടകങ്ങളിൽ പൊളിച്ചുപണി തന്നെ വന്നേക്കും. ഇതിന്റെ തുടക്കം KPCC ഭാരവാഹിത്വങ്ങളിൽ നിന്ന് തന്നെയാകും. നിലവിൽ പാർട്ടിയിൽ 4 വൈസ് പ്രസിഡന്റുമാരിൽ 2 പേർ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സജീവമല്ല. V. പ്രതാപചന്ദ്രന്റെ മരണത്തിന് ശേഷം പുതിയ ട്രഷററെയും പാർട്ടി നിയമിച്ചിട്ടില്ല. PT തോമസ്, പ്രതാപവർമ്മ തമ്പാൻ എന്നിവർ അന്തരിച്ചപ്പോഴുണ്ടായിരുന്ന ഒഴിവുകളിലേക്കും നിയമനം നടത്തിയിട്ടില്ല. ഇവിടങ്ങളിലെല്ലാം പുതിയ നിയമനം വന്നേക്കും. സംസ്ഥാനത്തെ KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും പ്രവർത്തന റിപ്പോർട്ട് AICC സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും PV മോഹനനും 6 മാസം മുൻപ് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും മാറ്റങ്ങൾ. DCC തലത്തിൽ മാറ്റങ്ങളും ഉണ്ടാകും. തൃശൂരിലടക്കം പുതിയ DCC അധ്യക്ഷനെ നിയമിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം നിർജീവമായ DCC-കൾക്കെതിരെയും നടപടി വേണ്ടിവരും. KPCC പുനഃസംഘടന ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ധാരണയായിട്ടുള്ളത്. തർക്കങ്ങൾ പരിഹരിക്കുക വെല്ലുവിളിയാണെങ്കിൽ രമ്യമായി പരിഹാരം കാണണമെന്നുമാണ് ആവശ്യം. മുൻകാലങ്ങളിലെ പോലെ പൊട്ടിത്തെറികൾ പാർട്ടിയിൽ ഇപ്പോൾ കുറവാണ് എന്നതൊരു വാസ്തവമാണ്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ നേതാക്കളുമായി സംസാരിച്ച ശേഷമാണ് അന്തിമ ഭാരവാഹി പട്ടികയ്ക്ക് രൂപം നൽകുക. ഭാരവാഹികളിൽ വലിയൊരു വിഭാഗത്തെ മാറ്റി യുവാക്കൾ, വനിതകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരെ കൊണ്ടുവരാനാണ് AICC നിർദ്ദേശം. പുനഃസംഘടന നടക്കുന്നതോടെ ജില്ലകളുടെയും വിവിധ പോഷക സംഘടനകളുടെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരും മാറിയേക്കും. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രിയപ്പെട്ട സംസ്ഥാനം കൂടിയാണ് കേരളം എന്നതിനാൽ സംഘടനാ പുനഃസംഘടനയിൽ ഇവരുടെ താൽപര്യങ്ങൾക്കും പരിഗണന വരും. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെയും പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവലോകനം ചെയ്തിട്ടുണ്ട്. നേതാക്കൾ ഒത്തൊരുമിച്ച് സംഘടനാ സംവിധാനം ചലിപ്പിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണമായതെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സംഘടനയുടെ ഫലമാകും റിസൾട്ടിലും ഉണ്ടാവുക. അതുകൊണ്ട് താഴെത്തട്ടിൽ ഊർജ്ജസ്വലമായ നേതൃത്വത്തെ സൃഷ്ടിക്കുക എന്നതാണ് പാർട്ടിക്ക് മുന്നിലെ വെല്ലുവിളി. സംസ്ഥാനത്തെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് CPM ആണ്. പ്രാദേശിക സമരങ്ങളടക്കം സംഘടിപ്പിക്കാൻ ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടണം. അടുത്തിടെ പുനഃസംഘടന നടന്നെങ്കിലും മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ പലരും പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം മിക്ക ജില്ലകളിലും ശക്തമാണ്. മത്സരിക്കാൻ വേണ്ടി യുവജനങ്ങളെ അടക്കം സ്വീകാര്യമുള്ള നേതാക്കളെ കണ്ടെത്താനും പാർട്ടിക്കുള്ളിൽ ശ്രമങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ പരാതിയെ തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റിനെ കഴിഞ്ഞ ആഴ്ച മാറ്റിയിരുന്നു. ഒരു ജനറൽ സെക്രട്ടറിക്ക് 2
സെക്രട്ടറിമാർ എന്ന നിലയിലാകും പുനഃസംഘടന. TCCകളിലെ ജംബോ കമ്മിറ്റികളെ മാറ്റണമെന്ന റിപ്പോർട്ടുണ്ടെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിന് നേതൃത്വം മുതിർന്നേക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പാർട്ടി കടക്കും. CPM കുത്തക മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവരോട് പ്രവർത്തനം ഊർജിതമാക്കാനാകും നിർദ്ദേശിക്കുക. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നടപടികൾ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് K. സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും സുധാകരൻ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.